വളരെ അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കൾ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും ഒരു പുതിയ മേഖലയിൽ ഇടപെട്ട് സംസാരിക്കുമ്പോഴും അതിൻ്റെ ഒരു രസമുണ്ട്. അതെങ്ങനെയാണെന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഡോക്ടർ എസ് എസ് ലാലും ഡോക്ടർ എ വി അനൂപിനോട് നമുക്കൊന്ന് ചോദിക്കാം. എത്ര വയസ്സുകൊണ്ട് നിങ്ങൾ തമ്മിൽ അറിയുന്നത്? ഒരു 12 വയസ്സോട്ട് അറിയാം. 7ാം ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വയസ്സ് ചോദിക്കുന്നില്ല, പക്ഷേ 10 വയസ്സ് കഴിഞ്ഞു. 10 വയസ്സ് കഴിക്കുന്നേ ഉള്ളൂ. എന്തായാലും അത്രയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു വരുമ്പോൾ രണ്ടാളും ഡോക്ടേഴ്സാണ്. രണ്ടാളും അച്ചീവ് ചെയ്ത ഏരിയാസ് ഒന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ വരുന്നു. പക്ഷേ കോമൺ ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കളാണ്, രണ്ടാളും ഡോക്ടേഴ്സാണ്. ഞാൻ ക്ലിനിക്കൽ ഡോക്ടറല്ല, PhD ഡോക്ടർ. പക്ഷെ രണ്ടാരും എഴുത്തുകാരും കൂടെയാണ്. സോ രണ്ടുപേരുടെയും ഈ ഒരു കണക്ഷൻ, ലാൽ സാറിന് എങ്ങനെയാണ് ഡോക്ടർ എന്ന നിലയിൽ നിന്നും എഴുത്തുകാരിലേക്ക് വന്നതും, അനൂപ് സാർ എങ്ങനെയാണ് ഈ ഇത്രയും ബിസിനസ്സും ബാക്കി കാര്യങ്ങളും മാനേജ് ചെയ്തിട്ട് എഴുത്തുകാരനായിട്ട് വന്നതെന്നും നമുക്കൊന്ന് ചോദിച്ചറിയണം. ലാൽ സാറിലോട്ട് പോകാം ആദ്യം. പിന്നെ അനൂപ് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിച്ചാണ്, 7ാം ക്ലാസ്. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം സെൻറ് ജോസഫ് സ്കൂളിൽ 7ാം ക്ലാസ് തൊട്ട് മാറി വന്നവരാണ്. അപ്പോൾ അനൂപ് ക്ലാസ്സിൽ അറിയുന്ന കൊച്ചിലെ കാണുമ്പോൾ കാണാൻ നല്ല സുന്ദരം ചെറുക്കനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ടീച്ചേഴ്സൊക്കെ അത് ശ്രദ്ധിക്കും. പിന്നെ പക്ഷേ ക്ലാസ്സിലൊരു പാവം കുട്ടി, ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണിക്കുമോ, ഒരു മാന്യനായ കുട്ടി, നിശബ്ദനായിരുന്നു, വലിയ ബഹളമൊന്നും വെക്കില്ല, എന്നാൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അനുവിനെ കാണുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന 8ാം ക്ലാസ്സിൽ ഒരു അനൂപ് ഇങ്ങനെ ഈ മെഡിമിക്സിൻ്റെ സാമ്പിൾ സോപ്പ് കൊണ്ടുവന്നു. ഒരു ചോദിച്ച അനുഭവം മറന്നുപോയി. അപ്പോൾ 3-4 പേർക്ക് തന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ അമ്മാവൻ്റെ കമ്പനി. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെയൊക്കെ പേരാണ് മെഡിമിക്സ്. പിന്നെ ഈ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നു. 81 ആയപ്പോഴത്തേക്ക് അനൂപ് ഡിഗ്രി കഴിഞ്ഞങ്ങ് മദ്രാസിൽ പോയി. പക്ഷെ അനൂപിനെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അനൂപിൻ്റെ വളർച്ചയും മെഡിമിക്സിൻ്റെ, പിന്നെ മേള ഒരുപാട് കമ്പനികൾ സ്വന്തമാക്കുന്നതും, അപ്പോൾ പിന്നെ സിനിമ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടെ കാണും, ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണും. ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചതിൽ പലരും പല പ്രൊഫഷനിൽ പോയെങ്കിൽ ഏറ്റവും പ്രശസ്തനായത് അനൂപാണ്. അതൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഏറ്റവും മാർക്ക് വാങ്ങുന്നവരായിരിക്കണമെന്നില്ല ജീവിതത്തിൽ വിജയികളാകുന്നതിൻ്റെ ഒരു മാതൃക എങ്ങനെയാണ്. ഇന്നും അനൂപ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ 7ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ തൊട്ട് ഒരുമിച്ച് പഠിച്ചവരെല്ലാം ഞങ്ങൾ ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അനൂപ് നിന്ന് തരുന്നുണ്ട്. 10-15 വർഷം മുമ്പ് ഈ ഗവൺമെൻറ് ഞങ്ങളുടെ കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ അനൂപ് മദ്രാസിൽ നിന്ന് വണ്ടി ഓടിച്ച് വരികയാണ് ഫാമിലിയായിട്ട്. എൻ്റെ അടുത്ത് ചോദിച്ച് വീട്ടിലെല്ലാവരും ഉണ്ട്, ഞാൻ വീട്ടിലും ഉണ്ട്, നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ. അപ്പോൾ അന്നും അനൂപ് വളരെ തിരക്കുള്ള ബിസിനസ്സുകാരാണ്. അപ്പോൾ ഈ സൗഹൃദം സൂക്ഷിക്കാനുള്ളൊരു കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എനിക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷേ അനൂപിനത് ഒരു പക്ഷേ കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും തിരക്കുള്ള ബിസിനസ്സുകാരനായിരിക്കുമ്പോൾ ഒരുപാട് എൻ്റെ സിനിമ അഭിനയം തൊട്ട് സിനിമയുടെ പ്രൊഡക്ഷൻ വരെ, പിന്നെ മറ്റ് പുതിയ പുതിയ കമ്പനികളൊക്കെ വരെയും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, നാടകം അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനമാണ് പുസ്തകം എഴുതുന്നത്. അപ്പോൾ പുസ്തകം എഴുതുന്നതിന് തുടക്കത്തിൽ എന്നോട് പറഞ്ഞിരുന്നു, ആ പുസ്തകം യു ടേൺ എന്ന് പറയുന്നത് ഒരു ശരിക്കും നമ്മൾ മലയാളികൾ വായിച്ചിരിക്കേണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ എല്ലാ ഭാഷയിലും പതിപ്പുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, പെൻഗ്വിൻ ബുക്സ് ഇറക്കി, മലയാളം DC ബുക്സ്. അതൊരു എല്ലാവരും വായിച്ചിരിക്കുന്നുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം, എല്ലാവരും നമ്മൾ ജീവിതത്തിൻ്റെ വലിയ ഉയർച്ചയിലെത്തുമ്പോൾ പഴയ കഥകളൊക്കെ ഓർക്കണമെന്നൊക്കെ പറയും, അത് അവരവരെ ഇഷ്ടമാണ്. പക്ഷെ പഴയത് പലതും പറയാൻ മടിക്കും. നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളൊന്ന് പെയിൻ്റൊക്കെ അടിച്ച്. പക്ഷേ അനൂപ് എന്തായിരുന്നു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കടന്നുപോയ ദുർഘടമായ വഴികൾ, വിഷമങ്ങൾ, അല്ലെങ്കിൽ അവഹേളിക്കപ്പെട്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിൽ അതുപോലെ എഴുതിയിട്ടുണ്ട് അതിനകത്തൊരു. അപ്പോൾ അതാണ് അതിൻ്റെ ബ്യൂട്ടി. നമ്മൾ ഇപ്പോൾ ഒരുപാട് ബിസിനസ് സാമ്രാജ്യത്തിനുടമ അനൂപ് കൊച്ചിലെ ഞാൻ ബിസിനസ്സിനെ പറ്റി ആലോചിക്കുന്ന കരുതി നമുക്ക് വിശ്വസിച്ചേ പറ്റും. പക്ഷേ അനൂപ് ടീച്ചറിൻ്റെ കാലിൽ കഴിച്ച കഥകളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് അനൂപ്. അതുകൊണ്ടാണ് എനിക്ക് പൂർവ്വം ബിസിനസ്സുകാരായിട്ട് ബന്ധുള്ളത്. കാരണം ബിസിനസ്സുകാരെ ഞാൻ പോയി പരിചയപ്പെടുന്ന ആളാണ്. പക്ഷേ സുഹൃത്തുക്കൾ ചില ബിസിനസ്സുകാരായപ്പോൾ അങ്ങനെ ആ ഒരു സൗഹൃദത്തിൻ്റെ പ്രധാന ഘടകവും അതാണ്. ഒരു അനൂപ് നല്ലൊരു മനുഷ്യനാണ്. ലാൽ സാറിന്റെ പുസ്തക പ്രകാശനത്തിന്റെ സമയത്ത് ഞാൻ അനൂപ് സാറിനെ കണ്ടിരുന്നു. അപ്പൊ അന്ന് വളരെ രസകരമായ 1-2 അനക്ഡോട്ട്സ് പറഞ്ഞിരുന്നു. ഒന്ന് റിക്കോൾ ചെയ്യാമോ? അല്ല, ഞാൻ നോവലിനെ കുറിച്ച്, വൈക്കോട്ട് ജംഗ്ഷനെ കുറിച്ച്, അല്ല അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ലാല് എല്ലാ കാര്യം ഇങ്ങനെ നിരത്തി. ഇപ്പൊ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഞാൻ എഴുതുമ്പോൾ 2 വരെയും കൂടുതൽ ഉണ്ടാവില്ല, അതേ സാധനം ലാല് എഴുതുമ്പോൾ 4 പേര് വരും. അപ്പൊ അതിലും എടുക്കാനാണ്. അപ്പൊ അതുപോലെ ഇത്രയും നേരം പറഞ്ഞിരുന്നത് എന്താ മനസ്സിലായെന്നത്, ഞാൻ പഠിക്കാൻ ഒന്നിനും കൊള്ളില്ലായിരുന്നു, ലാല് വളരെ മിടുക്കനായിരുന്നു. അത് പറയാൻ വേണ്ടി തന്നെ സമയമെടുത്തു. ആ മാർക്ക് ലിസ്റ്റിൽ വലിയ കാര്യമില്ല, അസിസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പൊ വൈക്കോട്ട് ജംഗ്ഷന് പ്രിന്റ് ആവുന്നതിന് മുമ്പാണ് എനിക്ക് അയച്ചു തന്നത്. എനിക്ക് അതിന്റെ സോഫ്റ്റ് കോപ്പി അയച്ചു തന്നു. അപ്പൊ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ കാര്യമാണ് അതിനകത്ത് ലാൽ എന്ന് പറയുന്ന ഡോക്ടറെ
അതിനകത്ത് കാണുന്നില്ല. കാരണം ലാൽ ആരാണെന്നും ലാലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ സൗകര്യപൂർവ്വം അത് മറച്ചു വെച്ചുകൊണ്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട നേഴ്സിൻ്റെയും പേഷ്യൻറ്റിൻ്റെയും അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൻ്റെയും സംഭവങ്ങളൊക്കെ പിന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇൻഫ്ലുവൻസ് എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ലാൽ എന്നുള്ള ആളെ അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ അന്ന് ആള് ഹൗസ് സർജനാണ്, ഡോക്ടറല്ല. അപ്പൊ ഹൗസ് സർജൻ ചെയ്യേണ്ട ജോലികൾ വേറെ പലതുമാണ്. അപ്പൊ ഞാനെന്താണെന്നാ പറഞ്ഞത്, അന്നത്തെ പ്രൊഫസർ ഞാനായിരുന്നെങ്കിൽ ആളെ വിളിച്ച് പുറത്താക്കുമായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ കാര്യവും ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛൻ സുഖമില്ലാതെ അതേ ഹോസ്പിറ്റലിൽ 1981 കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ എന്നുള്ള പേര്. അപ്പൊ അവിടെ നടക്കുക ഈ എഴുതിയ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ബൈസ്റ്റാൻഡർക്ക് ഒരു പണിയില്ലാതെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു ഹൗസ് സർജൻ പേഷ്യന്റ് എന്താ ചെയ്യുന്നത്, പേഷ്യന്റിനെ കാണാൻ വരുന്ന ആരാണ്, അവര് തമ്മിൽ പ്രണയബന്ധമുണ്ടോ, അവര് വന്ന് ബ്ലഡ് ബാങ്ക്, ഇതെല്ലാം നോക്കി വെച്ചു. അപ്പൊ ഈ വേറെ ഒരു പണിയില്ല എന്നുള്ളത് തോന്നൽ എനിക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മാറ്റിയാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സിനിമയാവുമെങ്കിലും ലാൽ എന്ന വ്യക്തിയെ നമുക്ക് ഇറങ്ങാം. ലാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, പഠിക്കുന്ന കാലത്ത് തന്നെ യൂണിയൻ ചെയർമാനായിരുന്നു. അന്ന് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ അടിപിടി ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും എന്നാലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട്, അതാണ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സീനിയേഴ്സ് ആയിട്ടുള്ള പല ഡോക്ടേഴ്സ് തമ്മിലുള്ള പ്രണയബന്ധം അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം വായനക്കാർ എന്നുള്ള രീതിയിൽ അവർ പിന്നീട് കല്യാണം കഴിച്ചോ, അത് നടന്നല്ലോ. അതൊക്കെ നമുക്ക് അറിയാൻ പോയ. അപ്പൊ രണ്ടാം ഭാഗം പ്രതീക്ഷിക്കുന്നു ഞാൻ. അതേ പറഞ്ഞ് സിനിമയാക്കാം എൻ്റെ അടുത്ത് പറഞ്ഞ് എന്റെ റോൾ ഒന്ന് പൊലിപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞു. നായക കഥാപാത്രത്തിലേക്ക് വളർത്തേണ്ട കുറെ ഉണ്ട്. അതൊരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് വേണ്ടി ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് ആയിട്ട് ഞാൻ അവിടെ നിന്നാൽ എനിക്ക് വളരെ ന്യൂട്രലായിട്ട് ആ മനുഷ്യരുടെ കഥ പറയാൻ പറ്റും. അപ്പോൾ എന്നെ കൂടെ പൊലിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഭാഷ പറഞ്ഞത് ഇപ്പം തള്ളുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് പറ്റിയത്. ഒരു തികച്ചും ഒരു ന്യൂട്രലായിട്ടൊന്ന് മനുഷ്യർ അനു പറഞ്ഞ് സത്യമാണ്. അപ്പോൾ അതിൻ്റെ അനു പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് പറഞ്ഞത്. കാരണം നമ്മൾ മെഡിക്കൽ പ്രൊഫഷനെ പറ്റി പലപ്പോഴും പറയുമ്പോൾ ഇത് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ പലപ്പോഴും മറന്നു. അത് ട്രെയിനിങ്ങിലൊക്കെ ഉണ്ട് പ്രശ്നമുണ്ട്. നമ്മൾ രോഗമാണ്, രോഗമുള്ള അവയവം ഇതൊക്കെ പറയുമ്പോഴും ഇവൻ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇവന് നമ്മൾ ഈ പറയുന്ന മരുന്ന് വാങ്ങാൻ പറ്റും. ഇപ്പോഴും പ്രശ്നമുണ്ട്. എന്നെ പലരും വിളിക്കുന്ന സാറേ ഇത്രയും രൂപയുടെ മരുന്ന് വാങ്ങണം, എവിടെ നിന്ന് കിട്ടും ഫ്രീ ആയിട്ട്. നമ്മൾ ചിലരുടെ ഇയാൾക്ക് മരുന്ന് പോലും വാങ്ങാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടായി. ഇപ്പോൾ അനുഭവിക്കുമ്പോൾ ഞാൻ ഗൾഫ് മതിയാക്കി പോന്നു, ഞാൻ റിട്ടയർ ചെയ്തു, മോളെ കല്യാണം കഴിപ്പിച്ചു വിട്ടപ്പോഴത്തേ എല്ലാം തീർന്നു പോയി. അപ്പോൾ ഞാനൊരു കാലത്ത് നമ്മൾക്ക് കടം വാങ്ങാൻ പറ്റുമായിരുന്നു തോന്നുന്നു മനുഷ്യർ തിരിച്ചിത്രയും മരുന്ന് എനിക്ക് അഫോർഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സാധനം പുറത്തേക്ക് എഴുതി തന്നു വാങ്ങിക്കാൻ പറ്റുന്നത്. ദിവസം എത്രയെങ്കിലും ഫോൺ കോളുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 10 വർഷം മുമ്പ് എഴുതി തീർത്ത നോവലാണ് സീരിയലായിട്ട്. പക്ഷേ എനിക്കത് റീപബ്ലിഷ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാരണം പ്രശ്നങ്ങൾ ഇപ്പോഴും അതേ ലെവലിൽ സെയിമാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ സങ്കടമാണ്. പക്ഷെ ആ പുസ്തകത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും അവസാനമാണ് പറയുന്നതെങ്കിൽ അത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. തീരെ അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ആണല്ലോ അത്. നമ്മളെ സംബന്ധിച്ചോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് അത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ബൈസ്റ്റാൻഡറായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് എല്ലാ സിനിമയിലും കാണിക്കുന്നതാണ്. ഒരു രോഗിയെ അകത്തേക്ക് കൊണ്ടുപോയി വീട്ടുകാരെല്ലാം പുറത്ത് ഇങ്ങനെ ആൻഷ്യസ് ആയിട്ട് നിൽക്കുന്നു, ഡോക്ടർ ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോകുന്നു, നേഴ്സ് പെട്ടെന്ന് നടന്നു പോകുന്നു, നമ്മൾ പുറകെ പോകുന്നു, പക്ഷെ അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മളവിടെ കാണിക്കുമ്പോഴും ബൈസ്റ്റാൻഡറുടെ മൈൻഡാണ്. പക്ഷേ ഈ ഡോക്ടറുടെ മൈൻഡ് എന്താണെന്ന് കാണണമെങ്കിൽ ഈ ബുക്ക് വായിക്കണം. കാരണം അതൊരിക്കലും കാണിക്കാത്തൊരു കാര്യമാണ്. ഡോക്ടറും മനുഷ്യനാണ്. ചില സമയത്ത് പോലും പല മേഖലകളിൽ കൂടെ വന്നിട്ടാണല്ലോ ഇപ്പം സിനിമയിൽ വരെയെന്നല്ല വർഷങ്ങളായിട്ട് 27 സിനിമ ആളാണ്. അപ്പോൾ അതിൽ ഈ സൂക്ഷ്മദർശിനിയുടെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ആണ്. അത് ആസ് എ പ്രൊഡ്യൂസർ ഹൗ ഡു യു ഫീൽ, ആസ് എ ബിസിനസ്മാൻ ഹൗ ഡു യു ഫീൽ? അതാ ഞാൻ സൂക്ഷ്മദർശിനെ അതൊരു ബിസിനസ്സായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ഈ സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നതും സിനിമ ഒരു ബിസിനസ്സായിട്ട് കാണുന്നതും ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട കഥ നമുക്ക് കിട്ടുന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് നല്ലൊരു സിനിമ ചെയ്യാം, പക്ഷെ അതൊരു ബിസിനസ് ആകുന്നില്ല പലപ്പോഴും. സിനിമ കമേഴ്ഷ്യലായിട്ട് പരാജയപ്പെടും, പക്ഷെ ആളുകൾ നല്ല അഭിപ്രായം പറയും. അതുപോലെ തന്നെ എൻ്റെ എത്രയോ സിനിമകൾ ഫെസ്റ്റിവലുകളിൽ കയറിയിട്ടുണ്ട്, അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവലുകൾ തന്നെ വിദേശത്ത് നിന്ന് നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷെ ഞാനൊരു കലാകാരനായിട്ടാണ് അത്തരം സിനിമകൾ ചെയ്തത്. പക്ഷെ സൂക്ഷ്മദർശിനി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബിസിനസ് ആസ്പെക്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. അത് ഒരു പ്രോജക്റ്റ് ആയതിനു ശേഷമാണ് ഞാനത് ഏറ്റെടുക്കുന്നത്. അതേസമയം എൻ്റെ സംവിധായകൻ വർഷങ്ങളായിട്ട് പ്രൊഡ്യൂസറെ കിട്ടാതെ നടക്കുന്ന ഒരു സബ്ജക്റ്റുമായിരുന്നു. പക്ഷെ അതിനകത്ത് ആ ഒരു നല്ല ടീം ഉണ്ട് എന്ന് മനസ്സിലായത് ആ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂലാണ്. അത് വർക്കായി എന്നുള്ളതാണ്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഞാൻ അടുത്ത സിനിമകൾ, ഇപ്പോൾ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും അങ്ങനെ തന്നെയാണ്. ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ അതിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സിനിമയും അങ്ങനെയാണ്.
അപ്പോൾ നമ്മളൊരു സിനിമ നിർമ്മാണം എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് കേൾക്കുക, ഒരു സ്ക്രിപ്റ്റ് കേൾക്കുക എന്ന് പറഞ്ഞാൽ 100 സ്ക്രിപ്റ്റൊക്കെ കേട്ടാലേ ചിലപ്പോൾ നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെടുള്ളൂ. അതിനുള്ള സമയം അറിയാലോ നമുക്ക്, ഇങ്ങനെ പല തിരക്കുള്ളതുകൊണ്ട് അത് സാധിക്കുന്നില്ല. ഞാനത് ചോദിക്കാൻ വന്നത്, താങ്കളൊരു നടനും കൂടെയാണെന്നുള്ളത് എനിക്കറിയാം. തിയേറ്റർ ആർട്ടിസ്റ്റാണ്. തിയേറ്റർ ആർട്ടിസ്റ്റിന്റെ ഒരു കലാമൂല്യം അല്ലെങ്കിൽ അതൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു നാടക നടൻ എന്നുള്ളത് എപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു അറിയാൻ പറ്റുന്ന ഒരു മേഖല കൂടെയാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ ആദ്യത്തെ സിനിമകളൊക്കെ വരുമ്പോൾ കലാമൂല്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് പിന്നീട് വന്നപ്പോഴത്തേന് കൊമേഴ്സ്യൽ ഇതിലേക്ക് മാറുന്നത് കണ്ടതുകൊണ്ടാണ് എത്രത്തോളം അതിലൊരു ബിസിനസ് ആസ്പെക്ട്. അല്ല, അങ്ങനെയല്ല. ഞാൻ തുടക്കകാലത്ത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ചെയ്ത ആളാണ്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഒക്കെ അന്നത്തെ കാലത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ ഹിറ്റാണ്. അപ്പൊ അത് അങ്ങനെയില്ല, നമുക്ക് അത് ഞാനൊന്ന് ബാലൻസ് ചെയ്ത് ചെയ്യുന്ന ആളാണ്. ഒരു ഡോക്യുമെന്ററി ചെയ്യും, ഡോക്യുമെന്ററിക്കൊന്നും തിരിച്ച് പൈസ കിട്ടില്ല. അപ്പോൾ ഒരു സിനിമ ചെയ്ത് അതിന് കാശ് കിട്ടിയാൽ അപ്പോൾ ഒരു ഡോക്യുമെന്ററിക്ക് പിന്നെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കൊടുക്കും. അതിൽ പലരും ഇന്ന് വളരെ വലിയ നിലയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ഞാനത് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് പോകുന്ന ആളാണ് ബിസിനസ് എന്നുള്ള രീതിയിൽ. പക്ഷെ നാടകത്തിൽ അങ്ങനെയല്ല. നാടകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അതിലാണ് നമുക്കെല്ലാം കിട്ടുന്നത്, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് മറക്കാനാവാത്ത കുറേ അനുഭവങ്ങളുണ്ടായി നാടകത്തിൽ. ഒരു നടൻ എന്നുള്ള രീതിയിൽ പല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നാടകങ്ങളിൽ കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും. അത് ചെറുപ്പകാലത്ത് പ്രേമിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മുതൽ ഇന്നിപ്പോൾ പ്രായമായി നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന നാടകങ്ങളിലെ പ്രധാന കഥാപാത്രം ഞാനായിരിക്കും. അപ്പം അങ്ങനത്തെ കഥകളാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് മറക്കാനാവാത്തതും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു പോകുന്നു. ഇപ്പോൾ KS സേതുമാധവൻ സാർ മലയാളം കണ്ട ഏറ്റവും നല്ല സംവിധായകരാണ്. എല്ലാ ഭാഷയിലും നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ആകെ ഒരു നാടക സംവിധാനം ചെയ്തിട്ടുള്ള ജീവിതത്തിൽ. അതൊരു തമിഴ് നാടകമാണ്. ആ നാടകത്തിലെ നായകൻ ഞാനായിരുന്നു. അതിന് വേറൊരാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ TR റോമന എന്ന് പറഞ്ഞ നടി, TR റോമനയുടെ കൂടെ ഞാൻ നിരവധി നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ TR റോമനെ നമ്മൾ ഓർക്കുന്നത് സത്യൻ്റെ അമ്മയായിട്ടും പ്രേംനസീറിൻ്റെ അമ്മയായിട്ടും ഇന്ന് ലേറ്റസ്റ്റ് മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ, പൃഥ്വിരാജിൻ്റെ ഒക്കെ അമ്മയായിട്ടുണ്ടാവും. അമ്മയായിട്ടാണ് നമ്മൾ TR റോമനെ കാണുന്നത്. പക്ഷെ പല നാടകങ്ങളിലും TR റോമന എൻ്റെ ഭാര്യയായിരുന്നു. അത് വേറെ കാരണം സത്യൻ്റെ കാലത്ത് അമ്മ ഇപ്പം എൻ്റെ കൂടെ ഭാര്യയായി. അപ്പം അതൊക്കെയാണ് നാടകത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ചില രസകരമായ മുഹൂർത്തങ്ങൾ. രണ്ടുപേർക്കും ഒരേപോലെ ഉള്ള വേറൊരു ക്വാളിറ്റിയാണ്, എത്രയും മേളിലേക്ക് പോകുന്നതോറും അത്രയും എളിമയാകുക എന്നൊരു സ്വഭാവം. അപ്പൊ നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്ന കേൾക്കുന്നു, അല്ലെങ്കിൽ ഞാനിന്ന് വേറെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരുടെയും ടോക്ക് കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു നമ്മളിൽ ഉള്ള ഒരാൾ, സാധാരണ ഒരാൾ നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. വാട്ട് മേക്സ് യു ഗ്രൗണ്ടഡ്? എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറ് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ചോദ്യത്തന്നെ എനിക്ക് മനസ്സിലായില്ല. കാരണം എനിക്കൊന്നും സംഭവിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മാത്രമല്ല, നമ്മൾ ഈ ചെറിയ എന്താണ് സാധാരണ സാഹചര്യങ്ങളിലൂടെ വരുമ്പോൾ നമ്മൾ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മറികടന്ന് വരാനായിട്ട്. അതെപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മളിപ്പോൾ എനിക്ക് വിഷമമുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ചെറുതിലേക്കുണ്ടാകും. നമ്മൾ അറിയാത്തതുകൊണ്ട് ഇന്ന് അനുവിൻ്റെ അവരെയും പറയുന്നുണ്ട്. നമ്മൾ പലരും തിരിച്ചറിയാതെ ഒക്കെ വന്നിട്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുമുണ്ട്. എന്നെ പാടാൻ സ്കൂളിൽ വിളിക്കുമായിരുന്നു. 6ാം ക്ലാസ് വരെ പാടുക. എനിക്കറിയാമെന്ന് പാടാൻ അറിയില്ല. അപ്പോൾ അടുത്തിടത്തുമ്പോൾ നീ പാടുന്നതൊക്കെ ഞാൻ ചവിട്ട് വരുമെന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഞാൻ പാടി. എല്ലാ ആഴ്ചയും ഞാൻ സാർ വിളിക്കും, ഞാൻ പോയി പാടും. അടുത്ത ആഴ്ച എത്തുന്നപ്പോൾ അവൻ പറഞ്ഞ് ഇതിന് ചവിട്ടി ശരിപ്പെടുത്തും. അപ്പോൾ അവർ പോളിയോ ഒന്ന് കാലൊക്കെ ഞാൻ അവരുടെ കാലിൽ അപ്പോൾ നീ എൻ്റെ കാലിൽ ഞാൻ ചേട്ടനെ കൂടി ചവിട്ടിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ചവിട്ട് ഉറപ്പാണ്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, 6ാം ക്ലാസ്സിലാണ്, 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച പാടുമ്പോൾ ഞാൻ സാർ ഈ പാടണ്ടെന്ന്. അപ്പോൾ ഇവർ പേടിച്ചാൽ അപ്പോൾ സാറ് പിന്നെ നീ എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കട്ടോ എന്ന് ചോദിച്ചു. എനിക്കിപ്പോഴാ നിമിഷം ഓർമ്മയുണ്ട്. ഒരു കല്ലറ വാസുകൾ എന്ന് പറഞ്ഞാൽ മിഡിൽ സ്കൂൾ അധ്യാപകനാണ്. സ്കൂളിൽ എപ്പോഴും സാറാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പേടിച്ചാൽ പറഞ്ഞത്. അപ്പോൾ പല ടീച്ചേഴ്സ് പോയിടാന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ പ്രസംഗം അവിടെ തീർന്നു. ജീവിതത്തിൽ ആദ്യത്തെ പ്രസംഗം ഇല്ലാതെ പോയൊരു പക്ഷേ. അപ്പോൾ അങ്ങനെ നീ പ്രസംഗിച്ചോ എന്ന് പറഞ്ഞു. വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി തോളിത്തരാൻ നിനക്ക് പറ്റും, നീ അടുത്ത ആഴ്ച നമ്മൾ തയ്യാറെടുത്ത് വന്നു. അപ്പം ഞാൻ പറയും ഇതൊരു ഒരുപാട് ഇതുപോലെ തന്നെ നമുക്ക് തടസ്സപ്പെടുത്തലുകളുണ്ട്. നമ്മളെ കണ്ട ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ഒക്കെ വരുന്ന അധ്യാപകരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്ട്രഗിളിലൂടെയാണ് എക്കാലവും പോയിട്ടുള്ളത്. കുറേ പേരുടെ നന്മകളും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അന്താരാഷ്ട്ര ലെവലിൽ നിൽക്കുമ്പോൾ, UN നിൽക്കുമ്പോൾ, ജനുവരി ജോലി ചെയ്യുമ്പോഴും, അമേരിക്ക ജോലി ചെയ്യുമ്പോഴും നമ്മൾ സമ്മിശ്രമാണ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ചിലർ പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ കൂടെ അപ്പോൾ അനുകൂലെ വ്യത്യസ്തനാക്കുന്നതാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിനൊക്കെ പെട്ടെന്ന് എനിക്ക് ശ്വാസം വിടാം, നമ്മൾ ഒരു എയർ പിടിച്ചിരിക്കുക എന്ന് പറയാൻ അത് അഭിനയമാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് നോർമൽ. പിന്നെ ആരെങ്കിലും വ്യത്യസ്തരായിട്ട് എന്തോ മാറിപ്പോയെന്നൊക്കെ കാണിക്കാൻ അതാണ് അഭിനയം എന്ന് എനിക്ക് തോന്നുന്നു. അത് ലാസാറിനെ സംബന്ധിച്ച് അങ്ങനെ തോന്നുന്നു. കാരണം കേരളത്തിൽ നിന്ന്
തമിഴ്നാട്ടിൽ പോയി ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുകയും അതിനോടൊപ്പം കേരളത്തിൽ തന്നെ ഒരു സാമ്രാജ്യം പാരലലി വളർത്തിക്കൊണ്ടുവരികയും അതിനോടൊപ്പം മറ്റ് പല രാജ്യങ്ങളിലും സാമ്രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ട് ഓക്കെ യു ബി സോ എന്താ പറയുക ഭയങ്കര എളിമയായിട്ട് അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിട്ട് നിന്ന് സംസാരിക്കാൻ എങ്ങനെ പറ്റും? അല്ല, ഒന്ന് നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ ഫാക്ടറി തൊഴിലാളികളാണ്. അവരില്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ നമ്മൾ അവരോടൊപ്പം തന്നെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അവരോടാണ് ഇടപഴകേണ്ടത്. അത് കണ്ടിട്ടാണല്ലോ വളരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അകന്ന് പോയോ നമ്മുടെ അവസാനമാണ് അത്. പിന്നെ അതില്ല, നമുക്ക് അങ്ങനെ ഒരു ഇത് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാടക നടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ താഴേക്കിടയിലുള്ളവരുണ്ടാവും, വളരെ മേലെയുള്ളവരുണ്ട്. പിന്നെ ഞാനൊരു അമേച്ചർ നാടക നടനാണ്. അപ്പോൾ കൂടെ അഭിനയിക്കുന്നവരെല്ലാം വളരെ വളരെ സാധാരണക്കാരായ ആൾക്കാരായിരുന്നു. പക്ഷെ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ട്രെസ് റിലീവ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബവും അതിൽ പലപ്പോഴും ഇൻവോൾവാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് നാടകം ചെയ്യാറ്. മക്കളൊക്കെ എൻ്റെ കൂടെ അഭിനയിക്കും, അല്ലെങ്കിൽ റിഹേഴ്സൽ ടൈമിൽ അവരൊന്നും പലതും സജസ്റ്റ് ചെയ്യും, വൈഫും അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊരു വിദേശ യാത്ര കുടുംബമായിട്ട് പോകുന്നതിനേക്കാളും കൂടുതൽ നമുക്കൊരു മാനസിക സംഘർഷം ഒഴിവാകുന്നത് ഒരു നാടക റിഹേഴ്സലിൽ സാധാരണക്കാരെല്ലാവരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ്, അത് ചിലപ്പോൾ വീട്ടിലായിരിക്കില്ല, ചിലപ്പോൾ പുറത്തെവിടെയെങ്കിലായിരിക്കും, ചിലപ്പോൾ സ്കൂളിലെ ക്ലാസ് റൂമിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു കട്ടൻ ചായ ഒരു പരിപാടിയൊക്കെ തിന്ന് അവരോടൊപ്പം ഇരുന്ന് ആ നാടകത്തിൻ്റെ ഡയലോഗൊക്കെ പറയുന്നത് അതൊരു സുഖമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും, അവിടെ VIP റൂം കാണാം, കഥകൾ ഇങ്ങനെ തുറക്കാം, നമ്മളിങ്ങനെ എത്തി നോക്കും അതിനകത്ത് ആരായിരിക്കണം എന്നൊക്കെ. ഇപ്പോൾ ഒരു VIP ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ പോകാൻ ഇന്ന ആൾക്കാർക്ക് യോഗ്യത ഉള്ളൂ എന്നൊക്കെ വെളിയിൽ ബോർഡ് ചെയ്തിട്ട് ഒരാളെ കൊണ്ട് അവിടെ ഇട്ട് അടച്ചു വെച്ചു. അയാൾക്ക് എന്താ ജീവിതം ഉള്ളതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അയാളെ ഒരു VIP ജയിലിനകത്ത് ഇട്ടിരിക്കുകയാണ്, അടച്ചിരിക്കുകയാണ്. അയാൾക്ക് വേറെ ആരെയും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പുറത്ത് ഇവിടെ ഞാൻ ലോഞ്ചിൽ പോലും ഞാൻ പോകുന്നത് നിർത്തി. ഇപ്പോൾ മറ്റേ സ്ഥിരമായിട്ട് ലോഞ്ചിലൊക്കെ പോയിരിക്കുകയായിരുന്നു. പലപ്പോഴും എയർപോർട്ടിൽ ക്യൂവിലാണ്. നമ്മള് അവിടെ ബോർഡിംഗ് ഗേറ്റിന്റെ അവിടെ ഇരിക്കുമ്പോഴെല്ലാം ആളുകളെ കാണാനും സംസാരിക്കാനും ആളുകളായിട്ട് പെരുമാറാനും പറ്റുള്ളൂ. അത് എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. എന്നെ കാണാൻ അതുപോലത്തെ ഒരു VIP റൂമിൽ പിടിച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ടും. അതിന് ഞാൻ പുറത്ത് വരാൻ എങ്ങനെ വഴി നമുക്ക് ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മനുഷ്യരോടുള്ള ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നത് കൊണ്ടും ആ വേരുകൾ അത്രയും ആഴത്തിലുള്ളത് കൊണ്ടും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ അതുപോലെ നിലനിർത്തി പോരുന്ന ഒരു രണ്ടുപേരും. അതേപോലെ ഇവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് വലിയൊരു ബിസിനസ്സോ ജോലിയോ ആയിട്ടല്ല, അവരവർക്ക് ആനന്ദം തരുന്ന കാര്യങ്ങളാണ് അവർ രണ്ടുപേരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാത്തിൽ നിന്നും നിങ്ങളൊരു മോട്ടിവേഷൻ. പിന്നെ പാടാൻ പറ്റില്ല എന്ന് സ്റ്റേജ് വന്നപ്പോ പാട്ടുകാരിയായ ഡോക്ടറെ കെട്ടി. അപ്പൊ അങ്ങനെ അതിന് വീഡിയോ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഒരു സംതൃപ്തി നേടുന്നുണ്ട്. അനൂപ് ഫ്ലൂട്ട് വായിക്കുക. എനിക്ക് അതിനടുത്ത് കുശുമ്പ് തോന്നിയിട്ടേ ഇല്ല. ഒരു 2-3 മാസം നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് റോമിൽ പോയിരുന്നു. മാർപ്പാപ്പയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റി. മുറിൽ വന്നപ്പോൾ പതുക്കെ പെട്ടിയത്തോണ്ട് ഫ്ലൂട്ട് വായിക്കുന്നത്. ഞാൻ ഈ സകല ഇൻസ്ട്രുമെൻറ്റും കൈവച്ച് നോക്കിയിട്ട് ഒരു അക്ഷരം എനിക്ക് പറ്റിയില്ല. പിന്നെ ചെറിയൊരു കുശുമ്പ് വന്നിട്ട് പാട്ടുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു ടേക്ക് അവേ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ജോലിയെയും ബിസിനസ്സിനെയും ഒക്കെ അങ്ങനെ മാത്രം കാണാതെ അവരവർക്ക് സന്തോഷം തരികയും ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ലോകം സന്തോഷമായിരിക്കും, നമ്മളും സന്തോഷമായിട്ടിരിക്കും. വളരെ അധികം